നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമവും പ്രൊഫഷണലുമായി മാറുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തലസ്ഥാനത്തുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മണിക്ക് തന്നെ ഓഫീസിലെത്തും. തുടർന്ന് ഉച്ചയ്ക്ക് 1:30 വരെ വിവിധ ഭരണപരമായ കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെ പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിൽ കാണാനുള്ള അവസരവും ഒരുക്കും. ദിവസേന ലഭിക്കുന്ന ഫയലുകളിൽ ഭൂരിഭാഗവും അന്ന് തന്നെ തീർപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിശദമായ പരിശോധനയോ ചർച്ചയോ ആവശ്യമായ 10 മുതൽ 15% വരെയുള്ള ഫയലുകൾ പ്രത്യേക പരിഗണനയ്ക്കായി മാറ്റിവെക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിദഗ്ധരുടെയും പ്രൊഫഷണലുകളുടെയും സേവനം ഉറപ്പാക്കി. പ്രധാന സർക്കാർ പദ്ധതികളുടെ പുരോഗതി നേരിട്ട് നിരീക്ഷിക്കുന്ന സംവിധാനവും നിലവിൽ വരും. ഇതിനായി പ്രത്യേകം ഡാഷ്ബോർഡും വിവിധ വകുപ്പുകളെ ബന്ധിപ്പിക്കുന്ന ഓൺലൈൻ സംവിധാനവും സജ്ജമാക്കും. വകുപ്പ് സെക്രട്ടറിമാർക്കും സ്പെഷ്യൽ സെക്രട്ടറിമാർക്കും ദിവസവും രാവിലെ 10 മുതൽ 11 വരെ മുഖ്യമന്ത്രിയെ കാണാൻ സമയം അനുവദിക്കും. എന്നാൽ ഇതിനായി മുൻ ദിവസം തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും പൊതുജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും തിരക്ക് വർദ്ധിച്ചത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന സാഹചര്യമുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ തുടക്കകാലമായതിനാലാണ് ഇതുവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന് പരിഹാരമായി പൊതുജനങ്ങൾക്ക് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെ സെക്രട്ടേറിയറ്റിൽ പ്രവേശനം ക്രമീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമായിരിക്കും കൈക്കൊള്ളുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നമ്മുടെ രാജ്യത്ത് നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം ഒരു സെൻസസ് നടക്കാൻ പോവുകയാണ്. 2027 ഈ സെൻസസിൽ ഒട്ടനവധി പുതുമകളുണ്ട്. വീടിന്റെ വിവരങ്ങൾ പ്രത്യേകം പോർട്ടലിൽ വീട്ടുകാർക്ക് തന്നെ സ്വയം രേഖപ്പെടുത്താം എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പൂർണ്ണമായും സ്മാർട്ട് ഫോണുകളിലൂടെ വിവരശേഖരണം നടത്തുന്ന ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണിത്. അതുകൊണ്ട് തന്നെ എന്യൂമറേറ്റർ ചമഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവരെ എളുപ്പത്തിൽ കുടുക്കാൻ സാധിക്കും. വീട്ടിലെത്തുന്ന എന്യൂമറേറ്ററുടെ ഫോണിലെ QR കോഡ് സ്കാൻ ചെയ്ത് അവരുടെ വിശ്വാസ്യത ജനങ്ങൾക്ക് ഉറപ്പുവരുത്താം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ OTP നമ്പറോ ഈ സെൻസസിന്റെ ഭാഗമായി യാതൊരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥനും നൽകേണ്ടതില്ല എന്ന് പൊതുജനങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപടികൾ പൂർത്തിയാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പും 2-ാം ഘട്ടത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പുമാണ് നടക്കുക. കേരളത്തിൽ ജൂൺ 16 മുതൽ 30 വരെ വീടിന്റെ വിവരങ്ങൾ പോർട്ടലിലൂടെ സ്വയം സമർപ്പിക്കാൻ അവസരമുണ്ട്. ഇനി സ്വയം ചെയ്യാൻ സാധിക്കാത്തവർക്കായി ജൂലൈ 1 മുതൽ 30 വരെ എന്യൂമറേറ്റർമാർ നേരിട്ട് വീടുകളിലെത്തി കണക്കെടുക്കും. ഇതിനായി വീട്ടുകാരുടെ ആരുടെയെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സെൻസസ് പോർട്ടലിൽ ലോഗിൻ ചെയ്തതിനു ശേഷം സംസ്ഥാനം തിരഞ്ഞെടുത്ത് വീട് നിൽക്കുന്ന സ്ഥലം കണ്ടെത്തി സൈറ്റിലെ 33 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഇങ്ങനെ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID പിന്നീട് വീട്ടിൽ വരുന്ന എന്യൂമറേറ്റർക്ക് കൈമാറണം. അദ്ദേഹം ഈ വിവരങ്ങൾ പരിശോധിച്ച് സിസ്റ്റത്തിൽ ഉറപ്പുവരുത്തും. 15 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഈ വിവരങ്ങൾ സ്വയം നൽകാവുന്നതാണ്. അതേസമയം സെൽഫ് എന്യൂമറേഷൻ നിർബന്ധമില്ല. എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ ഈ 33 ചോദ്യങ്ങൾക്കുള്ള വിവരങ്ങൾ നേരിട്ട് നൽകിയാലും മതിയാകും. വീട്ടു നമ്പർ, വീടിന്റെ മേൽക്കൂര കോൺക്രീറ്റ് ആണോ ഓടാണോ, തറ മൊസൈക്ക് ആണോ മാർബിൾ ആണോ, ഭക്ഷണ രീതി, വാഹനങ്ങൾ, വീട്ടിലെ അംഗങ്ങൾ, ഗൃഹനാഥന്റെ വിവരങ്ങൾ, വിവാഹിതരുടെ എണ്ണം, പാചകവാത കണക്ഷൻ, ടെലിവിഷൻ, മൊബൈൽ, ഫോൺ നമ്പർ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇംഗ്ലീഷും മലയാളവും അടക്കം 16 ഭാഷകളിൽ വിവരങ്ങൾ നൽകാൻ സാധിക്കും. കേരളത്തിൽ അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യ, സാമൂഹിക അവസ്ഥ, വിദ്യാഭ്യാസം, കുടിയേറ്റം, ജാതി തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്ന 2-ാം ഘട്ട നടപടികൾ തുടങ്ങുന്നത്. തുടർന്ന് മാർച്ച് 1 മുതലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷം 2027 മാർച്ച് മുതൽ രാജ്യത്താകെ പുതിയ സെൻസസ് പ്രാബല്യത്തിൽ വരും. 2011 സെൻസസ് പ്രകാരമുള്ള കണക്കുകൾ വെച്ചാണ് നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും പല കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇനി മാറ്റം വരാൻ പോകുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: UDF മുന്നണി തങ്ങളുടെ പ്രകടന പത്രികയിൽ നൽകിയ ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC സൗജന്യ ബസ് യാത്ര. KSRTCയിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്നത് സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനമെടുക്കും. UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന പദ്ധതി ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരുന്നു.
യാത്രയ്ക്ക് മാനദണ്ഡങ്ങൾ വേണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചറുകളിൽ പദ്ധതി നടപ്പാക്കാനാണ് നീക്കം. ഇതിനായി 90 കോടി രൂപയാണ് വേണ്ടത്. ഇത് എങ്ങനെ കണ്ടെത്തും എന്നതടക്കം മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. പദ്ധതി നടപ്പിലാക്കാൻ ഇനി കേവലം 10 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നതിനാൽ ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം ഏറെ നിർണായകമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്താൽ പിഴ ഈടാക്കുന്നതിന് പുറമെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നിയമവും സംസ്ഥാനത്ത് ഉടൻ നടപ്പിലാക്കിയേക്കും. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ വ്യവസ്ഥയുണ്ടെങ്കിലും കേരളത്തിൽ ഇതുവരെ ഇത് കർശനമായി നടപ്പിലാക്കിയിരുന്നില്ല. എന്നാൽ നിയമലംഘനങ്ങൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഇനി മുതൽ പിഴ ചുമത്തുന്നതിന് പുറമെ 3 മാസത്തെ സസ്പെൻഷൻ നടപടികളിലേക്ക് കൂടി കടക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നത്. ഹെൽമറ്റ് ധരിക്കാത്തവരെ പരിശീലന കേന്ദ്രത്തിൽ അയച്ച് ചട്ടങ്ങൾ പഠിപ്പിക്കാനും സാമൂഹിക സേവനത്തിന് നിയോഗിക്കാനും നിലവിൽ നിയമത്തിന് വ്യവസ്ഥയുണ്ട്. കേന്ദ്ര നിയമപ്രകാരം ഹെൽമറ്റ് ഇല്ലെങ്കിൽ 1000 രൂപയാണ് പിഴയെങ്കിലും സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് കേരളത്തിൽ ഇത് 500 രൂപയായി കുറച്ചിരുന്നു. എന്നാൽ പുതിയ നീക്കമനുസരിച്ച് പിന്നിലിരിക്കുന്ന യാത്രക്കാരൻ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ പോലും അത് ഡ്രൈവറുടെ ലൈസൻസിനെയാകും ബാധിക്കുക. നിലവിൽ AI, CCTV ക്യാമറകൾ വഴി ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കുന്ന സംവിധാനവുമുണ്ട്. നിശ്ചിത സമയത്തിനകം ഈ പിഴ അടച്ചില്ലെങ്കിൽ വാഹനം ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും മോട്ടോർ വാഹന വകുപ്പിന് സാധിക്കും. എല്ലാ മോട്ടോർ സൈക്കിൾ യാത്രക്കാരും കൃത്യമായി ഹെൽമറ്റ് ധരിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ വാഹന അപകട നിരക്ക് 20% കുറയ്ക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് വരും ദിവസങ്ങളിൽ പരിശോധനകളും നിയമ നടപടികളും ശക്തമാകുന്നത്. ഹെൽമറ്റ് ഇല്ലാത്ത യാത്രകൾക്ക് പുറമെ മറ്റ് ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെയും കർശനമായ നടപടികൾ ഉണ്ടായേക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മെയ് മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കാറായി. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണമാണ്. മെയ് മാസത്തിൽ നമുക്ക് ലഭിച്ചത് 2000 രൂപയാണ്. എന്നാൽ ഈ ജൂൺ മാസം ഒരുപക്ഷെ അങ്ങനെയാവില്ല. ഭരണം മാറിയ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശനാണ് ഇത്തവണത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ജൂൺ 19 തീയതിയാണ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ ചില പ്രഖ്യാപനങ്ങളും സുപ്രധാന പരിഷ്കാരങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന പ്രഖ്യാപനത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ 100 രൂപയുടെയോ അല്ലെങ്കിൽ 200 രൂപയുടെയോ വർധനവ് ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുമല്ലെങ്കിൽ 3000 രൂപയാക്കി ഉയർത്തുമോ എന്നതും ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ജൂൺ 19 ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ജൂൺ 23 കടമെടുപ്പുണ്ട്. ഏതായാലും 20-നും 25-നും ഇടയിലാവും ജൂണിലെ പെൻഷൻ വിതരണ ഉത്തരവ് പുറത്തുവരിക. അതിനുശേഷം എല്ലാ മാസങ്ങളിലും വിതരണം ചെയ്യുന്നത് പോലെ മാസത്തിന്റെ അവസാന ആഴ്ചയിലാവും തുക ട്രാൻസ്ഫർ ചെയ്ത് ബാങ്ക് അക്കൗണ്ടുകളിൽ വഴിയും അതുപോലെ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള വിതരണവും ഉണ്ടാകും. ഇനി അതോടൊപ്പം തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഈ പദ്ധതിയുടെ 2 ഗഡുക്കൾ കുടിശ്ശികയായിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ ഇലക്ഷൻ പശ്ചാത്തലമായിരുന്നതിനാലാണ് ആനുകൂല്യ വിതരണം നടക്കാതിരുന്നത്. ഒപ്പം മെയ് മാസത്തെ ധനസഹായവും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. ഇതോടെ ഈ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കുമോ എന്നുള്ള ആശങ്കയാണ് ഭൂരിഭാഗം സ്ത്രീകൾക്കും. എന്നാൽ ഈ പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. നിലവിൽ 16 ലക്ഷത്തോളം സജീവ ഗുണഭോക്താക്കളാണ് ധനസഹായത്തിന് അർഹത നേടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. എന്നാൽ ആകെ അപേക്ഷകരുടെ എണ്ണം 18 ലക്ഷത്തോളമാണ് വരുന്നത്. മുൻ സർക്കാർ ഏകദേശം 30 ലക്ഷത്തോളം പേരെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു ഇത്. ഇതിൽ ആവശ്യമായ മാറ്റങ്ങളും പുതിയ പരിഷ്കാരങ്ങളും വരുത്തിയായിരിക്കും പുതിയ സർക്കാർ ഇത് നടപ്പിലാക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് സാധാരണക്കാരായ ആളുകൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇത്രയധികം പ്രയോജനപ്പെടുന്ന ഇത്തരം ക്ഷേമ പദ്ധതികൾ ഉറപ്പായും തുടരുമെന്ന് തന്നെയാണ് പുതിയ സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. കുടിശ്ശികയായ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ബജറ്റിന് മുൻപ് തന്നെ ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കഴിഞ്ഞ 2 ദിവസമായി മാറ്റമില്ലാതെ തുടർന്ന സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് വ്യാഴാഴ്ച നേരിയ ഇടിവ് രേഖപ്പെടുത്തി. ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പവന് 80 രൂപ കുറഞ്ഞ് 1,14,480 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 14,310 രൂപയുമായി. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Please subscribe our channel.